നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും നരസിംഹറാവുവിൻ്റെയും മൻമോഹൻ സിംഗിന്റെയും കാലത്ത് ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ ഇടയിൽ വലിയ വിലയുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കാരെ അറവുമാടുകളെക്കാളും തെരുവു നായ്ക്കളെക്കാളും കഷ്ടമായ രീതിയിൽ അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയ വാർത്ത വരുന്ന ഇടയ്ക്കാണ് ലോകത്തെ ശക്തരായ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യക്ക് ഒരു സ്ഥാനവുമില്ല എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് 2025 ലോകത്തെ ഏറ്റവും ശക്തരായ 10 രാജ്യങ്ങളുടെ ലിസ്റ്റ് ഏറ്റവും റെപ്യൂട്ടഡ് ആയ ഫോർബ്സ് പുറത്തുവിട്ടത്. വളരെയേറെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ലോകത്തെ ഏറ്റവും ശക്തരായ രാജ്യങ്ങളുടെ ലിസ്റ്റ് ഇവർ തയ്യാറാക്കിയത്. അതിന് ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനം, സാമ്പത്തിക ശക്തി, സൈനിക ശക്തി തുടങ്ങി കുറേയേറെ കാര്യങ്ങളാണ്. ഓരോ രാജ്യത്തിന്റെയും ശക്തി ഓരോ കാര്യങ്ങളിലുമുള്ള അവരുടെ കഴിവും സ്വാധീനവുമാണ് വ്യക്തമാക്കുന്നത്. അത് സാമ്പത്തികവും രാഷ്ട്രീയപരവും രാജ്യാന്തര അലയൻസിലുള്ള ശക്തിയും മിലിറ്ററി ശക്തിയും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും. US ന്യൂസിന്റെ സഹായത്തോടെയാണ് അവർ ഇത് തയ്യാറാക്കിയത്. അതിന്റെ മെത്തഡോളജി ഒരു രാജ്യത്തിന്റെ ശക്തിയെ കാണിക്കുന്ന 5 കാര്യങ്ങൾക്ക് തുല്യമായ വെയ്റ്റഡ് ആവറേജ് സ്കോർ കൊടുത്താണ് ഈ റാങ്കിങ് നിശ്ചയിക്കുന്നത്. അതിന്റെ ഒന്നാമത്തേത് രാജ്യത്തിന്റെ നേതാവ്, 2 സാമ്പത്തിക സ്വാധീനം, 3 രാഷ്ട്രീയ സ്വാധീനം, 4 ശക്തമായ ഇന്റർനാഷണൽ ബന്ധങ്ങൾ, 5 ശക്തമായ മിലിറ്ററി. ലോകത്തെ നമ്പർ 1 ബിസിനസ് സ്കൂളായ പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയുടെ വാർട്ടൺ സ്കൂൾ ഓഫ് ബിസിനസ്സിലെ പ്രൊഫസർ ഡേവിഡ് ട്രൈഫ്സ്റ്റൈനിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ഗവേഷകരും ഗ്ലോബൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പനി WPPയുടെ ഒരു യൂണിറ്റായ BAV ഗ്രൂപ്പും സംയുക്തമായി ചേർന്നാണ് ഈ റാങ്കിംഗ് മോഡൽ വികസിപ്പിച്ചത്. ഏതായാലും ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യ ലോകത്തെ ഏറ്റവും ശക്തനായ വിശ്വഗുരുവായ പ്രധാനമന്ത്രിയും കൂടി ചേരുമ്പോൾ മിനിമം 3ാം സ്ഥാനത്തെങ്കിലും വരുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അങ്ങനെ ന്യായമായും നമുക്ക് പ്രതീക്ഷിക്കാം. 2025 ലോകത്തെ ഏറ്റവും ശക്തമായ 10 രാജ്യങ്ങളുടെ റാങ്കിങ് ഇതാ കണ്ടുകൊള്ളൂ. 1ാമത് നിൽക്കുന്നത് അമേരിക്ക, 2ാമത് ചൈന, 3ാമത് റഷ്യ, 4ാമത് UK, 5ാമത് ജർമ്മനി, 6ാമത് സൗത്ത് കൊറിയ, 7ാമത് ഫ്രാൻസ്, 8ാമത് ജപ്പാൻ, 9ാമത് സൗദി അറേബ്യ, 10ാമത് ഇസ്രയേൽ. അപ്പോൾ എവിടെയാണ് ശക്തരായ 10 രാജ്യങ്ങളിൽ പോലും നോൺ ബയോളജിക്കൽ ഇന്ത്യ? ഇതിനെ നിശ്ചയിക്കുന്നതിന്റെ 1ാമത്തെ ഘടകം ആ രാജ്യത്തിന്റെ നേതാവാണ് എന്ന് കണ്ടല്ലോ. അപ്പോൾ ഈ 56 ഇഞ്ച് ഈ ലിസ്റ്റിൽ പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് എന്ന് ഓർക്കണം. ഈ 10 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ 6ഉം ഏഷ്യയിൽ നിന്നുള്ള രാജ്യങ്ങളാണ്. വളരെ ചെറിയ രാജ്യമായ വെറും കേരളത്തിന്റെ അത്രയും മാത്രം ജനസംഖ്യയുള്ള സൗദി അറേബ്യ വരെ 9ാം സ്ഥാനത്ത് സ്ഥാനം പിടിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഏറ്റവും ശക്തനെന്ന് അവകാശപ്പെടുന്ന വിശ്വഗുരു ഭരിക്കുന്ന ഇന്ത്യ 10ാമത് പോലും എത്തിയില്ല എന്ന് പറഞ്ഞാൽ എത്ര പരിതാപകരമാണ് മോദിയുടെ കീഴിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥിതി എന്ന് ഓർക്കണം. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം, GDPയിൽ 5ാം സ്ഥാനം. ഏറെ താമസിക്കാതെ അത് 3ലേക്ക് എത്തുമെന്ന് പറയുന്നു. ലോക ജനസംഖ്യയിൽ ഏതാണ്ട് 20% ആളുകൾ താമസിക്കുന്ന രാജ്യം. അങ്ങനെയുള്ള ഇന്ത്യ ശക്തരായ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. വെറും 1 കോടിയിൽ താഴെ, അതായത് 94 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ഇസ്രായേൽ വരെ ഈ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചു. ഈ ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 12ാമതാണ്. ഇതിനു മുൻപ് മൻമോഹൻ സിംഗിന്റെ കാലയളവിൽ ലോകത്തെ 10 ശക്തരായ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യ ഉണ്ടായിരുന്നതാണ് എന്ന് ഓർക്കണം. ഇപ്പോൾ ലോകത്തിൽ ഒരു പ്രാധാന്യവുമില്ലാത്ത രാജ്യമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയെ വിശ്വഗുരു എന്ന് പറയുന്ന തള്ളുഗുരു. ഇത് സോറോസിന്റെയും ചൈനയുടെയും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെയും പാകിസ്ഥാന്റെയും കളിയാണ് എന്ന് പറഞ്ഞ് സമാധാനിച്ചുകൊള്ളു തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത മന്ദഭക്തരെ. എന്തൊക്കെ ന്യായീകരിച്ചാലും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനാവില്ല.